അവര് വളരെ നാൾ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. അവരെ ദൈവം വഴി നടത്തി. അവരെ കനാൻ ദേശത്ത് കൊണ്ടുപോയി. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത് പാസ്ഓവർ എന്നറിയപ്പെടും. ആ പാസ്ഓവറാണ് പെസഹ പെരുന്നാളായിട്ട് യഹൂദന്മാര് ആചരിക്കുന്നതും. നമ്മുടെ കർത്താവ് ആ പെരുന്നാൾ ആഘോഷിക്കുന്ന ആ ദിവസമാണ് നമ്മുടെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പാപപരിഹാരത്തിന് വേണ്ടി വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ യെരൂശലേം ദേവാലയത്തിൽ കയറി കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് ജനങ്ങളുടെ മേലും തളിക്കുമായിരുന്നു. അത് പാപപരിഹാര യാഗമായിരുന്നു. അതുകൊണ്ട് അത് കർത്താവ് നിർത്തലാക്കുകയാണ്. ആ കുഞ്ഞാട് കർത്താവായി തന്നെ പരിണമിക്കുകയാണ്. ആ കുഞ്ഞാടിനെ പറ്റിയാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അതിനുശേഷം തന്നെ യഹൂദന്മാര് പിടിക്കുകയാണ്, കൊല്ലുകയാണ്. അതേ, കർത്താവ് മുഴുവൻ ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരത്തിനായിട്ട് കർത്താവ് ക്രൂശിൽ തൂങ്ങി മരിക്കുകയാണ്. തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് ഊറ്റിത്തന്നു. ഇന്ന് നാം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് വിശുദ്ധ കുർബാന, മൃഗബലിയെല്ലാം മാറ്റി. എന്നാൽ ദൈവം നമുക്ക് ഒരു പുതിയ നിയമം നമുക്ക് തന്നിരിക്കുകയാണ്. വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചു. താൻ അപ്പവും വീഞ്ഞും അത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായിട്ട് മാറ്റി അത് നൽകുകയാണ്. മൽക്കീസേദെക്കിൻ്റെ കൃപപ്രകാരം നമുക്കറിയാം, വേദപുസ്തകം വായിക്കുമ്പോൾ അതിന് പ്രകാരം അപ്പവും വീഞ്ഞുമായിട്ട് വിശുദ്ധ കുർബാന ആ ബലി മാറ്റുകയാണ്. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ അതിനെപ്പറ്റി പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് ചില ഡയറക്ഷൻസ് നൽകുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ അത് വളരെ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നു. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടുന്ന് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അതുകൊണ്ട് പൗലോസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഡയറക്ഷൻ തരികയാണ്. അതുകൊണ്ട് വിശുദ്ധമായിട്ട് മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ അവകാശമുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ സത്യകുംഭസാരം നടത്തി പാപമോചനം പ്രാപിച്ച് അങ്ങനെയുള്ളവർ മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിക്കാവൂ എന്ന് സഭ നിഷ്കർഷിക്കുന്നു. അപ്പോൾ ഹോളി കൺഫെഷൻ അത് ദൈവം ആക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും പാപമില്ലാത്ത അവസ്ഥയിലായിത്തീർന്ന് നാം ദൈവത്തിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ
എന്താണ് സംഭവിക്കുന്നത്? അവിടെ വേദപുസ്തകം പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, എന്നാളും ജീവിക്കും. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് ആയിരിക്കണം വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത് എന്ന കാര്യം പ്രസ്താവിച്ചു. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പാസ് ഓവർ എന്ന് വളരെ ചുരുക്കത്തിൽ ഇത് പറയുകയുണ്ടായി. അത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പോകുന്നത്, കർത്താവ് ഒരു പുതിയ കവനന്റ് നൽകുകയാണ്. എന്താണ് പുതിയ കവനന്റ്? പഴയ കവനന്റ് മാറ്റി അത് ആടിനെ സാക്രിഫൈസ് ചെയ്യുന്നതായ ആ സിസ്റ്റം മാറ്റി അതിന് പകരമായി അപ്പവും മീഞ്ഞും ആകുന്ന തിരുശരീരങ്ങളാകുന്ന കർത്താവിൻ്റെ തിരുശരീരങ്ങളാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതുകൊണ്ട് നാം പുതിയ നിയമത്തിൻ്റെ കവനന്റ് പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടതിനെ പറ്റിയും പൗലോസ് പറഞ്ഞത് ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ട് നാം വിശുദ്ധിയോടെ ആയിരിക്കണം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കേണ്ടത്, വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത്. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ നിന്നും ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാമല്ലോ, ആഴ്ചയിൽ കൈമുത്തില്ല. എല്ലാവർക്കും കുർബാന അനുഭവിക്കുന്നത് ഉത്സവ പ്രാപിച്ച് എല്ലാവരും വന്ന് കുർബാന അനുഭവിച്ച് അവർ താഴോട്ട് പോകുകയാണ്. താഴെ പെസഹ അപ്പം ഉണ്ട്, അതും ഭക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ്. മാത്രവുമല്ല, ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം സന്ധ്യ നമസ്കാരം ചാപ്പലുകളിലും ഇവിടെയും ഉണ്ടായിരിക്കും. ദുഃഖവെള്ളിയാഴ്ച സർവീസ് കൃത്യം 8 മണിക്ക് തുടങ്ങുന്നതുമായിരിക്കും. പള്ളിയിൽ എല്ലാവരും നേരത്തെ വരണം. ആരാധനയിൽ സംബന്ധിക്കുന്നവർ എല്ലാവരും നേരത്തെ വരണം. 8 മണിക്ക് തന്നെ വരണം, ഉച്ചയായിട്ടല്ല വരേണ്ടത് എന്ന്